students, very good morning all. Once more all welcome to Financial Accounting new video class. നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ലാസ്റ്റ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഉള്ളതെന്ന് പറഞ്ഞു. നമ്പർ 1 സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഓർ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് ആൻഡ് സെക്കൻഡ് വൺ കൺവേർഷൻ മെത്തേഡ്. ദാറ്റ് മീൻസ് സിംഗിൾ എൻട്രി ടു ഡബിൾ എൻട്രി. അപ്പോൾ അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡിൽ നമ്മൾ ഒത്തിരി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. ദെൻ കൺവേർഷൻ മെത്തേഡിലെ മിസ്സിംഗ് ഫിഗേഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആണെങ്കിൽ, ക്ലോസിംഗ് സ്റ്റോക്ക് മിസ്സിംഗ് ആണെങ്കിൽ, പർച്ചേസസ് മിസ്സിംഗ് ആണെങ്കിൽ ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കുക, ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക, ടോട്ടൽ പർച്ചേസ് കാണുക, ക്രെഡിറ്റ് പർച്ചേസ് കാണുക. ഇതെല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൺവേർഷൻ മെത്തേഡിൽ എക്സാക്ട് പറയുന്നത് സിംഗിൾ എൻട്രി ടു ഡബിൾ എൻട്രി എന്നാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രോബ്ലം ആണ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്നത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുവെങ്കിൽ അതൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും. 10 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ 10 മാർക്സ് എങ്ങനെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഓരോ ഇവൻറ്റും ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അതായത് ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വന്നേക്കാം, ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, then purchases account, profit and loss account, then balance sheet, ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആവേക്കാം. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ക്യാഷ് ബുക്ക്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഇത് കോമൺ ആണ്. ഇത് എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ എസ് എ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിർബന്ധമായും അതിനകത്ത് ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യാനുണ്ടായിരിക്കും. ക്യാഷ് ബുക്ക്, then trading account, then profit or loss account and balance sheet. In addition to ഇതിന് അപ്പുറത്തേക്ക് മേ ബി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ടാവാം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ടാവാം, ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ടാവാം, ബിൽസ് പേയബിൾ അക്കൗണ്ട് ഓപ്പൺ. ഇത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ പറയുന്ന 4 ഫാക്ടർ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം, ഒന്നെങ്കിൽ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ആവാം, അല്ലെങ്കിൽ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾ ആവാം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിൾ ആവാം, ഇവിടെ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിൾ അക്കൗണ്ട് മാത്രമാവാം. അത് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന ഫാക്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് കൊണ്ട് ഈ പറയുന്ന അക്കൗണ്ടിൽ മാറ്റം ഉണ്ടാവും. ഇത് കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്ത് പോകാമെന്നുള്ളത്. ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. കാരണം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ക്വസ്റ്റ്യൻ പറയുന്ന ഓരോ ഫാക്റ്റും അതായത് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന രീതി നമ്മൾ ആദ്യം തന്നെ മനസ്സിരുത്തി വെക്കണം. അതായത് ഒരു ക്വസ്റ്റ്യനിൽ ഒരു ടേം കണ്ടാലും ഇത് ഏത് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്, ഇനി ആ അക്കൗണ്ടിൽ തന്നെ ഡെബിറ്റ് ആസ്പെക്റ്റ് ആണോ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഓരോ പ്രോബ്ലംസും തറോയിലി ചെക്ക് ചെയ്ത് പോയവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വീഡിയോസ് കാണാനും പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഇത് അണ്ടർസ്റ്റുഡ് ചെയ്യുന്നതിന് മുമ്പേ, അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കൃത്യമായിട്ട് കാണണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം. ഗിർധരി ലാൽ കമൻസ്ഡ് ബിസിനസ് on 1st January 2019 with a capital of rupees 25,000. He immediately bought furniture for rupees 4,000. During the year, he borrowed rupees 5,000 from his wife and introduced a further capital of rupees 3,000. He had withdrawn rupees 600 at the end of each month for family expenses. From the following particulars obtained from his books, which do not conform the strict double entry principles, you are required to prepare trading and profit and loss account for the year ending 31st December 2019 and a balance sheet as at that date. Sales including cash sales rupees 30,000, 1 lakh. Purchases including cash purchases rupees 10,000, rupees 75,000. Carriage inward 700, wages 300, advertisement 2,200, discount allowed to debtors rupees 800, salaries to staff
rupees 6,200, bad debts written off rupees 1,500, trade expenses rupees 1,200. Girdhari Lal has used goods worth rupees 1,300 for private purposes and paid rupees 500 to his son, which is not recorded anywhere. On 31st December 2019, his debtors worth rupees 21,000 and creditors rupees 15,000. Stock in trade on that date was worth rupees 10,000. Furniture is to be depreciated at 10% per annum. നമ്മൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ച് കൊണ്ട് ഡെറ്റേഴ്സ് അക്കൗണ്ടും അതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ക്യാഷ് ബുക്ക്, സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്, then sundry creditors account, cash book, then trading and profit or loss account, then balance sheet. ഇത്രയും ഫാക്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്യാഷ് ബുക്ക്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അതെന്തായി, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇനി ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡെറ്റേഴ്സ് നമുക്കറിയാം ഒരു അസറ്റ് ആണ്. അപ്പോൾ അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ചെയ്ത് പോകണം. ഇനി ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് മിസ്സിംഗ് ഫിഗർ ആയിരിക്കാം. ചില ക്വസ്റ്റ്യനിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഫൈൻഡ് ചെയ്യേണ്ടി വരും. ചില ഏത് സൈഡിലാണോ ഷോർട്ട് ഉള്ളത് ആ സൈഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ബാലൻസ് എമൗണ്ട് റൈറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ചെയ്യേണ്ടത് എല്ലാം ഏതൊക്കെ അക്കൗണ്ട് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരുന്നാൽ പിന്നെ ആ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോട്ടിൽ അതുപോലെ തന്നെ വരച്ചു വെക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഓരോ ഐറ്റം എന്ത് ചെയ്യുക, അതിലേക്ക് പോസ്റ്റ് ചെയ്ത് പോവുക. അതാണ് ബെറ്റർ ഐഡിയ. അപ്പോൾ നമുക്ക് എന്തായാലും ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ സൺട്രി ഡെറ്റേഴ്സ് അക്കൗണ്ട്, അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാറുണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ഡെറ്റേഴ്സ് അക്കൗണ്ടും അതുപോലെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ദെൻ സെയിം വേ ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യണം. ക്യാഷ് ബുക്ക് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഫാക്ട് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് വർക്കൗട്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്, Giridhari Lal commenced business on 1st January 2019 with a capital of rupees 25,000. അപ്പോൾ 25,000 രൂപ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, 25,000 രൂപ ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടില്ലേ, 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ 25,000 രൂപ ക്യാഷ് കൊണ്ടുവന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം, ഇത് എവിടെ റൈറ്റ് ചെയ്യേണ്ടി വരിക, ബാലൻസ് ഷീറ്റ് വർക്കൗട്ട് ചെയ്യുന്ന സമയം ക്യാപിറ്റൽ സ്ട്രെങ്ത്തിൽ ഈ 25,000 റുപ്പീസ് കാണിക്കേണ്ടി വരും. അതോടൊപ്പം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിലാണ് റെസീറ്റ്സ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ സൈഡിലാണ് ഇതിന്റെ റെസീറ്റ്സ് ഒക്കെ ഉണ്ടാവുക. റെസീറ്റ്സ് ഈ സൈഡിൽ ഇതിന്റെ പേയ്മെന്റ് ആണ് ഉണ്ടാവുക. സോ അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പുള്ളിക്കാരന് 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ക്യാപിറ്റൽ, ഇത് ക്യാഷ് ആണല്ലോ, ക്യാപിറ്റൽ rupees 25,000. Clear? He immediately bought furniture for rupees 4,000. 4,000 രൂപയുടെ ഫർണിച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 25,000 രൂപ ക്യാഷ് കൊണ്ടുവന്നു, എന്നിട്ട് എന്ത് ചെയ്തു, 4,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പൊ എന്ത് ചെയ്തു, ക്യാഷ് പോയില്ലേ നമ്മളെ കയ്യിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ക്യാഷ് കൊടുത്തിട്ടുള്ളത്, ഫർണിച്ചർ പർച്ചേസ്ഡ്. എത്ര രൂപയുടെ ഫർണിച്ചറാണ് വാങ്ങിയത്, 4,000. 25,000 കൊണ്ടുവന്നു, അതിന് 4,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി.
അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി കാണിച്ചു, കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ക്രെഡിറ്റ് സൈഡിലും റൈറ്റ് ചെയ്തു. ക്ലിയർ? ഡ്യൂറിംഗ് ദി ഇയർ ഹി ബോറോഡ് ₹5,000 ഫ്രം ഹിസ് വൈഫ്. അപ്പോൾ അയാളുടെ ഭാര്യന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 5,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഡ്യൂറിംഗ് ദി ഇയർ ഹി ബോറോഡ് ₹5,000 ഫ്രം ഹിസ് വൈഫ്. അയാളുടെ വൈഫിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായി? ക്യാഷിന്റെ വോളിയം കൂടി. സോ ക്യാഷ് ബോറോഡ് ₹5,000. ഇത് ലാബിലിറ്റി ആണ്. ഇത് വൈഫിന് തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. വൈഫിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ അവിടെ റൈറ്റ് ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞ്, ഡ്രോയിങ്സ് എഴുതി കഴിഞ്ഞ്, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ട്രീറ്റ് ചെയ്തതിന് കഴിഞ്ഞ ശേഷം ലോൺസ് എന്ന് പറഞ്ഞ ഹെഡിൽ എന്ത് ചെയ്യേണ്ടി വരും? ഈ ₹5,000 വൈഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് റൈറ്റ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ. ദെൻ introduced a further capital of ₹3,000. അപ്പോൾ ഗിരിധാരി എന്ത് ചെയ്തു? ഫർദർ ക്യാപിറ്റൽ വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫർദർ ക്യാപിറ്റൽ, ക്യാഷ് ബുക്കിൽ ക്യാഷ് എന്ന് റൈറ്റ് ചെയ്യാറില്ല. ഓക്കെ. ഹൗ മച്ച് ഫർദർ ക്യാപിറ്റൽ? ₹3,000. 3,000 രൂപ ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെ കാണിക്കുക? ക്യാപിറ്റൽ കൊണ്ടുവന്ന ₹25,000 കൂടെ ഫർദർ ക്യാപിറ്റൽ 3,000 കൂടി ആഡ് ചെയ്യാനുണ്ടാവും. ഓക്കെ. Then he had withdrawn ₹600 at the end of each month for family expense. എല്ലാ മാസവും 600 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യുന്നുണ്ട് ഫാമിലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി. ദാറ്റ് മീൻസ് ഡ്രോയിങ്സ്. ഓക്കെ. അപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് യൂണിറ്റിൽ നിന്ന് പോവാണല്ലോ. സോ ഡ്രോയിങ്സ് എത്ര ഉണ്ടായിട്ടുള്ളത്? 600 രൂപ വെച്ചിട്ട് 12 മാസത്തിന്. സോ ₹7,200. 7,200 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രോയിങ്സ്. നെക്സ്റ്റ്, from the following particulars obtained from his books which do not conform to strict double entry principle, you are required to prepare trading and profit and loss account for the year ending 31st December 2019 and the balance sheet as on that date. Okay. ഇനി പറയുന്ന ഇൻഫോർമേഷൻസ് നമ്മൾ ഓരോ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് പോകണം. ഫസ്റ്റ് വൺ, സെയിൽസ് ഇൻക്ലൂഡിംഗ് ക്യാഷ് സെയിൽസ് ₹30,000. സെയിൽസിന്റെ ടോട്ടൽ എമൗണ്ട് 1 lakh ആണ്. അപ്പോൾ ക്യാഷ് സെയിൽസ് എത്ര പറയുന്നത്? 30,000 ആണ്. അപ്പോൾ ക്യാഷ് സെയിൽസ് 30,000 ആണെങ്കിൽ ടോട്ടൽ സെയിൽസ് 1 lakh ആണ്. അപ്പോൾ ഹൗ മച്ച് ക്രെഡിറ്റ് സെയിൽസ്? ₹70,000. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സെയിൽസ് ₹70,000. ക്യാഷ് സെയിൽസ് 30 ആണ്. ടോട്ടൽ സെയിൽസ് 1 lakh ആണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സെയിൽസ് എത്ര കിട്ടിയത്? 70,000 എന്ന് കിട്ടി. ഓക്കെ. റെഡി ആണല്ലോ? ആ എൻട്രി കംപ്ലീറ്റ് ആയേ. നെക്സ്റ്റ്, പർച്ചേസസ് ഇൻക്ലൂഡിംഗ് ക്യാഷ് പർച്ചേസസ് ₹10,000. പർച്ചേസസ് എമൗണ്ട് എത്ര? 75,000. 75,000ൽ 10,000 ക്യാഷ് പർച്ചേസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് എത്ര ഉണ്ടാവും? 65,000. ഓക്കെ. അപ്പോൾ ഡെറ്റേഴ്സിന്റെ ഡെബിറ്റ് സൈഡിലാണ് ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് പർച്ചേസസ് ഏത് സൈഡിലാണ് നമ്മൾ റൈറ്റ് ചെയ്യുക? അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് റൈറ്റ് ചെയ്യുക. സോ ബൈ ക്രെഡിറ്റ് പർച്ചേസ് ഹൗ മച്ച്? 65,000. ടോട്ടൽ 75 ആണ്. അതിന് 10,000 എന്താണ്? ക്യാഷ് പർച്ചേസ് ആണെന്ന് പറയുന്നത്. കാരേജ് ഇൻവേർഡ് എവിടെ ട്രീറ്റ് ചെയ്യുക? ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് കാരേജ് ഇൻവേർഡ് ട്രീറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല, കാരണം ഇവിടെ കാൽക്കുലേഷൻ നടത്താറുണ്ട്, ഇത്തിരി സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാരേജ് ഇൻവേർഡ് റൈറ്റ് ചെയ്ത് പോവുക. ദെൻ വേജസ്, നമുക്കറിയാം വേജസ് എവിടെ ട്രീറ്റ് ചെയ്യാനുള്ളത്? ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോഴാണ് വേജസ് ചെയ്യുക. ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റ് എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുത്തു. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എഫക്ട് ചെയ്യും, അതുപോലെ ഡെറ്റേഴ്സിനെയും എഫക്ട് ചെയ്യും. ഇപ്പോൾ ഡെറ്റേഴ്സിന് ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുത്തു എന്നാ പറഞ്ഞത്. സോ ബൈ ഡിസ്കൗണ്ട് 800.
70,000 രൂപക്ക് ക്രെഡിറ്റ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. അതിൽ 800 രൂപ ഡിസ്കൗണ്ട് അലൗ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി 69,200 രൂപ ഇനി എന്ത് ചെയ്താൽ മതി, ഡെറ്റേഴ്സ് അടച്ചാൽ മതി. അതാണ് അതിന്റെ മീനിങ്. ഡെറ്റേഴ്സിന് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഈ വർഷം 70,000 നടന്നിട്ടുണ്ട്. അതിൽ ഡെറ്റേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് അനുവദിച്ചു കൊടുത്തു 800 രൂപ. ബാക്കിയുള്ള 69,200 രൂപ കൂടി ഇനി എന്ത് ചെയ്താൽ മതി, ഡെറ്റേഴ്സ് അടച്ചാൽ മതി. ഓക്കെ, അതാണ് അതിന്റെ മീനിങ്. അടുത്തത് സാലറീസ് ഓഫ് സ്റ്റാഫിനുള്ള സാലറിയാണ്. എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ റൈറ്റ് ചെയ്യാനുള്ളതാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആണ്. ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ്. അപ്പോൾ ഡെറ്റേഴ്സ് തരാൻ സാധ്യതയില്ല എന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ഓഫ് ചെയ്യാണ് ബാഡ് ഡെറ്റ്സ്. ഇപ്പൊ ഡെറ്റേഴ്സിനെ ബാധിക്കും, പ്രോഫിറ്റിനെയും ബാധിക്കും. നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പൊ പ്രോഫിറ്റിന്റെ വോളിയം വീണ്ടും കുറയല്ലേ ചെയ്യുക. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റൈറ്റ് ചെയ്യാനുണ്ടാവും ബാഡ് ഡെറ്റ്സ്. അതുപോലെ ഡെറ്റേഴ്സ് അക്കൗണ്ടിലും ബാഡ് ഡെറ്റ്സ് ₹1500. സോ ബാഡ് ഡെറ്റ്സ് ₹1500. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഗിരിധാരി Lal has used goods worth ₹1,300 for private purposes. അപ്പൊ എന്ത് ചെയ്യുന്നു, പർച്ചേസിന്റെ വോളിയം എന്താവും, കുറയും. അപ്പൊ പർച്ചേസിൽ ആ ഒരു എമൗണ്ട് നമ്മൾ കുറച്ച് കാണിക്കേണ്ടി വരും ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ. Then and paid ₹500 to his son which has not recorded anywhere. ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല, എവിടെയും റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു 500 രൂപ അഡീഷണൽ ഡ്രോയിങ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മകന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഡ്രോയിങ്സ് ₹500. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, then on 31st December 2019 his debtors were worth ₹21,000 and creditors ₹15,000. അതെന്താ, ഡെറ്റേഴ്സിന്റെയും ക്രെഡിറ്റേഴ്സിന്റെയും ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ആണ്. ഡേറ്റ് തന്നത് on 31st December 2019 എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം, അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് റൈറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് 21,000 ക്രെഡിറ്റേഴ്സിന്റെ 15,000 ആണ്. 21,000 ബാലൻസ് ക്യാരി ഡൗൺ 15,000. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇവന്റ് ഒക്കെ ഓരോയിടത്തും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ക്യാഷ് ബുക്കും ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ ഇൻകംപ്ലീറ്റ് ആണ്. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ക്യാഷ് ബുക്കിൽ എന്തൊക്കെ ഐറ്റാണ് ഇനി എഴുതേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്യാഷ് ബുക്കിൽ റൈറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ക്യാഷ് റെസീറ്റ്സ്, ക്യാഷ് പേയ്മെന്റ്, ഇത് മാത്രമേ റൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ക്രെഡിറ്റിനല്ലാത്ത എല്ലാ ഇവന്റും എന്തൊക്കെ ക്യാഷ് ഫേമിലേക്ക് വന്നിട്ടുണ്ടോ, അതുപോലെ എന്തെല്ലാം ക്യാഷ് ഫേമിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ടോ, ഇതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് ബുക്കിൽ റൈറ്റ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ സെയിൽസ് ഇൻക്ലൂഡിങ് ക്യാഷ് സെയിൽസ്. അപ്പൊ ക്യാഷ് സെയിൽസ് നടത്തിയത് കൊണ്ട് എന്തുണ്ട്, ഫേമിന് വരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ക്യാഷ് സെയിൽസ് ഇവിടെ കാണിക്കണം. ക്യാഷ് സെയിൽസ് എത്ര, ക്യാഷ് സെയിൽസ് 30,000. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് 70,000 ആണ്, ക്യാഷ് സെയിൽസ് 13, അങ്ങനെ ടോട്ടൽ 1 lakh. നെക്സ്റ്റ് കാരേജ് ഇൻവേർഡ്, പർച്ചേസസ് ഉണ്ട് അല്ലെ, പർച്ചേസസ് ഇൻക്ലൂഡിങ് ക്യാഷ് പർച്ചേസ്. ഇപ്പൊ ക്യാഷ് പർച്ചേസ് നടത്തി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൈസ കൊടുത്തിട്ട് പർച്ചേസ് നടത്തിയെന്നാണ്. അപ്പൊ പേയ്മെന്റിലാണ് വരിക. ഓക്കെ, സോ പർച്ചേസസ് എത്ര രൂപയുടെ പർച്ചേസസ് നടത്തിയത്, 10,000 rupeesന്റെ പർച്ചേസസ് ആണ്. അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ കാരേജ് ഇൻവേർഡ് 700. ഇതിന് പൈസ കൊടുത്തതാണ്, സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ആണ് കാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അത്രയും പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എത്ര കാരേജ് ഇൻവേർഡിന്റെ എമൗണ്ട്, ₹700. ഓക്കെ, 700 രൂപ കാരേജ് ഇൻവേർഡ്. വേജ് കൊടുത്തു, വേജസ് വേതനം കൊടുത്തു. എത്ര വേതനം കൊടുത്തിട്ടുള്ളത്, വേജസ് 300. ഓക്കെ, ദെൻ അഡ്വർടൈസ്മെന്റ് 2,200. Advertisement 2,200. Okay, next one, salary. How much salary to staff, 6,200. Okay, then trade expense
trade expense. How much trade expense? 1200. Okay. ഇനി എന്ത് ചെയ്യണം? ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ബാലൻസ് ചെയ്യണം. ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഇവിടെ ബാലൻസ് ടോട്ടൽ എമൗണ്ട് ഇവിടെ 70,000 ആണ്. ഇവിടെ തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ 70,000 എന്ത് ചെയ്യണം? ഇത് ബാലൻസ് എമൗണ്ട് ഫൈൻഡ് ചെയ്യണം. 70,000 മൈനസ് 0 remaining 1 2 3 then 2. Okay, minus ചെയ്യാണ് 7 then 9 so 6 then 6 4 46,700. Okay, അപ്പോൾ ഈ 46,700 ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് rupees 46,700. അതെന്ത് ചെയ്തു? അത്രയും ക്യാഷ് കിട്ടി. സോ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് rupees 46,700. ഇനി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ടോട്ടൽ 65,000. ഇവിടെ ബാലൻസ് 50,000 ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ബൈ ക്യാഷ് ടു ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 50,000. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? അത്രയും ക്യാഷ് കൊടുത്തു. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് rupees 50,000. 50,000 രൂപ ക്യാഷ്. ഇനി ഇതെന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇതിലെന്തായാലും ഇവിടെ 10,050 60,000 വരുന്നുള്ളൂ. ഇവിടെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുക. 700 10 13 19 റിമൈനിങ് 1 7 9 1 10 1,09,700 ടോട്ടൽ. 1,09,700. ദെൻ ഇതിലുള്ള എല്ലാ ഇവന്റും ഇവിടെ വെച്ചിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ടോട്ടൽ എമൗണ്ട് ഈ 1,09,700 നിന്ന് ഡിഡക്ട് ചെയ്യുക. വിൽ ഗെറ്റ് 27,400. 27,400 ബാലൻസ് ക്യാരി ഡൗൺ. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആണ് 27,400 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 27,400 രൂപയാണ്. അപ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ടും ചെയ്തു, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ട്രേഡിങ്ങിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് ട്രേഡിങ്ങിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും തന്നിട്ടില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്. സോ പർച്ചേസസ് ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ട്രീറ്റ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ പർച്ചേസ് എത്ര? 75,000 ആണ്. ദാറ്റ് മീൻസ് ഇൻക്ലൂഡിങ് ക്യാഷ് പർച്ചേസ് 10,000. അപ്പോൾ 75,000 നിന്ന് എത്ര രൂപയുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തെന്നാ പറഞ്ഞേ? ഗിരിധാരി ലാൽ ഹാസ് യൂസ്ഡ് ഗുഡ്സ് വർത്ത് ₹1,300 ഫോർ പ്രൈവറ്റ് പർപ്പസസ്. 1,300 രൂപയുടെ ഗുഡ്സ് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ 75,000 ആണ്. അതിൽ നിന്നും 1,300 രൂപയുടെ സാധനം ഉപയോഗിച്ച് പോയി. ഓക്കെ, ദെൻ 700 4 1 പോയ ബാക്കി 3 then 7 73,700 അത്രേ എന്തുള്ളൂ ഇനി ബാക്കിയുള്ളൂ. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് വേജസും കാരേജ് ഇൻവേർഡും. വേജസ് ദെൻ കാരേജ് ഇൻവേർഡ്. വേജസ് എമൗണ്ട് എത്ര? വേജസ് 300, കാരേജ് ഇൻവേർഡ് 700. ഓക്കെ, വേജസ് 300, കാരേജ് ഇൻവേർഡ് 700. Then by sales. സെയിൽസ് രണ്ട് സെയിൽസും ഉണ്ട്, ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്.
അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്രയാണ്? 1 lakh. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ സെയിൽസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? റൈറ്റ് ചെയ്യുക 1 lakh. ഇവിടെ 2 സെയിൽസും കാണിക്കണം ഫോമിനകത്തുള്ളത്. ഓക്കെ, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഹൗ മച്ച് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എത്ര? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 rupees അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ പറയുന്നുണ്ട് 10,000. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓൺ ദാറ്റ് ഡേറ്റ് വർത്ത് rupees 10,000. ഓക്കെ, 10,000 rupees. ക്ലോസിംഗ് സ്റ്റോക്ക് 10,000 rupees. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ 74,700 ആണ്. ഇവിടെ 1,10,000 ഉണ്ട്. 1,10,000 minus 1,10,000 minus 74,700. 74,700. Okay, 0, 3, then 9, 5, then 0, 3. 35,300. 35,300. That is gross profit. Gross profit 35,300 എന്നാണ് കിട്ടിയത്. ഗ്രോസ് പ്രോഫിറ്റ്. ഇനി എന്ത് ചെയ്യുന്നു? ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ബൈ ഗ്രോസ് പ്രോഫിറ്റ് rupees 35,300. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ റൈറ്റ് ചെയ്യണം. ഏതൊക്കെ? അഡ്വർടൈസ്മെന്റ്, ദെൻ സാലറി, ബാഡറ്റ്സ്, ട്രേഡ് എക്സ്പെൻസ്, ഡിസ്കൗണ്ട് അലൗഡ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? എക്സ്പെൻസ് ആണ്. സോ ഫസ്റ്റ് വൺ സാലറി. ദെൻ ഹൗ മച്ച് സാലറി? സാലറി എമൗണ്ട് 6,200. Then advertisement rupees 2,200. Then carriage inward wages നമ്മൾ എടുത്തു പോയി. Discount allowed rupees 800. Bad debts written off rupees 1,500. Bad debt rupees 1,500. Trade expense rupees 1,200. Trade expense 1,200. Then depreciation. How much depreciation? ഏത് അസറ്റിനാ? 10%. Furniture is to be depreciated 10% എന്നാണ് പറഞ്ഞത്. എത്ര ഫർണിച്ചറിന്റെ വാല്യൂ? 4,000 ഫർണിച്ചർ വാങ്ങിച്ചു എന്നല്ല പറഞ്ഞത്. അപ്പോൾ 4,000 into 10/100 you get 400. അപ്പോൾ depreciation 400 ആയി. ഇനി any other incomes, indirect incomes എന്തെങ്കിലും ഉണ്ടാവും? ഒരു ഇൻകംസും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ടോട്ടൽ ചെയ്യുന്നു 35,000. എന്തായിരിക്കും ഇവിടെ തന്നെ ആയിരിക്കും കൂടുതൽ. 35,300. Okay, 35,300. എന്ത് ചെയ്യുന്നു? 35,300 minus then 0, again 0, 4, 12, 17, 19, 23, 3, then remaining 2, then 3, 4, 10, 12. Okay, minus ചെയ്യണം 23,000. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത് 23,000 ആണ്. നെറ്റ് പ്രോഫിറ്റ് 23,000. ക്ലിയർ? അപ്പോൾ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ബാലൻസ് ഷീറ്റ് വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇനി എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് നമുക്കറിയാം. അസറ്റ് സൈഡ് അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലാബിലിറ്റീസ് ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുമാണ് റൈറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇനി ഓരോ അസറ്റും ഓരോ ലാബിലിറ്റീസും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ലാബിലിറ്റി സൈഡ് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ക്യാപിറ്റൽ. എന്താ ക്യാപിറ്റലിന്റെ കേസ്? ക്യാപിറ്റൽ 25,000 രൂപ കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഒരു 3,000 rupees കൂടി കൊണ്ടുവന്നിട്ടുണ്ട്.
ഓക്കെ, ഫസ്റ്റ് 25,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു, അതിന് വീണ്ടും ഒരു 3,000 റുപ്പീസ് ക്യാപിറ്റൽ വീണ്ടും കൊണ്ടുവന്നു, ടോട്ടൽ 28,000. ദെൻ ആഡ് നെറ്റ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക, 23,000 ആഡ് ചെയ്യുക. ഓക്കെ, 51,000 രൂപ. ഇനി എന്തെയ്യുണ്ട്, ഡ്രോയിങ്സ് ലെസ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് ഫൈൻഡ് ചെയ്യണം. ഡ്രോയിങ്സ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാഷ് ആയിട്ട് ഡ്രോയിങ്സ് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് 600 രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഫാമിലി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു, പിന്നെ 500 രൂപ മകന് വേണ്ടി ഉപയോഗിച്ചു, ദെൻ 1,300 രൂപയുടെ ഗുഡ്സ് പേഴ്സണൽ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 ഇവന്റും ആഡ് ചെയ്തതാണ് എന്തുണ്ടാവുക, ഡ്രോയിങ്സ് എമൗണ്ട് ഉണ്ടാവുക. ഓക്കെ, ഒരു 500 റുപ്പീസ് മകന് വേണ്ടി ഉപയോഗിച്ചു, 600 രൂപ 12 മാസത്തേക്ക് 7,200 രൂപ ഫാമിലി എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിച്ചു. ഇത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് 7,200 രൂപ, 1,300 രൂപ ഗുഡ്സ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, 7, 10, 8, 9, 9,000 റുപ്പീസ്. ഓക്കെ, ഇപ്പൊ 9,000 റുപ്പീസ് ഡ്രോയിങ്സും കൂടി മൈനസ് ചെയ്യുന്നു. ബാലൻസ് 42,000. റെഡി. അപ്പൊ 42,000 രൂപയാണ് ഇവിടെ സ്ട്രക്ചർ ബാക്കിയുള്ളത്. ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ 25,000, അഡീഷണൽ ക്യാപിറ്റൽ ആഡ് ചെയ്തു 28,000 രൂപ കിട്ടി. അതിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു 23,000, 51,000 ആയി. ഡ്രോയിങ്സ് ഇത് മകന് വേണ്ടി ഉപയോഗിച്ച 500 രൂപ, 7,200 രൂപ കിട്ടിയത്. 600 രൂപ വെച്ചിട്ട് 12 മാസം ഫാമിലി പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു, പിന്നെ 1,300 രൂപയുടെ ഗുഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഡ്രോയിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്തത്. അപ്പൊ 9,000 റുപ്പീസ് കിട്ടി, അതായത് ഡിഡക്ട് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് വർത്ത് റുപ്പീസ് 15,000. ഓക്കെ, 15,000 ക്രെഡിറ്റേഴ്സും. ദെൻ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, വൈഫിൽ നിന്ന് ബോറോഡ് റുപ്പീസ് 5,000. ഈ ലോൺ എന്ത് ചെയ്യാനുള്ളതാണ്, തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഒക്കെ ബാധ്യത അല്ലേ. ഇനി അസറ്റ് സൈഡിലേക്ക് പോവാം. അസറ്റ് സൈഡിൽ പോകുമ്പോൾ ക്യാഷ്, അതുപോലെ ഡെറ്റേഴ്സ്, ദെൻ സ്റ്റോക്ക്, ദെൻ ഫർണിച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാഷ് എഴുതാം. ഫസ്റ്റ് ക്യാഷ്, അതായത് ക്യാഷിന്റെ നമ്മൾ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ എമൗണ്ട് അല്ലെ, എത്ര ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത സമയത്ത് 27,400. 27,400 ഇതാണ് ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട്. ഓക്കെ, ദെൻ ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് എത്ര നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഡെറ്റേഴ്സ് 21,000. ഓക്കെ, ഡെറ്റേഴ്സ് 21,000. ദെൻ സ്റ്റോക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലേ, സ്റ്റോക്കിന്റെ എമൗണ്ട്, സ്റ്റോക്ക് വർത്ത് റുപ്പീസ് 10,000. 10,000 സ്റ്റോക്ക്. ഓക്കെ, ദെൻ ഇപ്പോൾ എല്ലാ കറണ്ട് അസറ്റും റൈറ്റ് ചെയ്തു. ഇനി ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് അസറ്റ് മാത്രമാണ് ഉള്ളത്. ഫർണിച്ചർ 4,000. ദെൻ ലെസ് ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ 400 കുറയ്ക്കാനുണ്ടാവും. ബാലൻസ് 3,600. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇത് ടാലി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഏതോ ഒരു ഐറ്റം എഴുതാൻ വിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. ഓക്കെ, 6, 4, 10, remaining 1, then 3, 10, 11, 12. Okay, 12 remaining 1, then 6, 62,000. Okay, then 000, 5, 12, then 4, 5, 6, 62,000. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഒന്ന് 2 or 3 ടൈംസ് എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കി മാത്രമേ ഇതിൻ്റെ ആക്ച്വൽ ഫിഗർ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് തവണ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഈ എന്തൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഡെറ്റേഴ്സിൻ്റെ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ട്, ക്യാഷ് ബുക്ക്, ദെൻ
ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് 10 മാർക്കിന് ചോദിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രയാസം ഉണ്ടായിരിക്കും. നമ്മൾ തറവിൽ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഫിഗർ അങ്ങോട്ട് എടുത്തില്ല, എന്തുകൊണ്ട് ആ ഫിഗർ ഇവിടെ എടുത്തില്ല, എന്തുകൊണ്ട് ഇത്ര എമൗണ്ട് ഇതിലേക്ക് വന്നു ചേർന്നു, എന്തുകൊണ്ടാണ് ഇത് ഡിഡക്ട് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും സംശയം ഈ വീഡിയോസ് കാണുന്ന സമയം ഉണ്ടാവുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുക, അതല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇൻഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇന്ന് തന്നെ വാച്ച് ചെയ്യുക, ഇങ്ങനെ കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം നോട്ട്ബുക്കിലേക്ക് അത് മാറ്റി എഴുതുക. അത് 2 or 3 ടൈംസ് ഒരു പേപ്പേഴ്സൊക്കെ വാങ്ങിച്ചിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇനി ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പേഴ്സണലായിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്.